ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ മസാല ഫ്രൈ ആണ്. പ്രത്യേകിച്ച് തയ്യാറാക്കുന്ന ഒരു മസാലക്കൂട്ട് ചേർത്താണ് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ മസാല ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് ബോയിൽഡ് പൊട്ടാറ്റോസ് ആണ് ആവശ്യമുള്ളത്. പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് അത് തൊണ്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ക്യൂബ്സ് ആക്കി ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനായിട്ടൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഒരു കുഞ്ഞ് മീഡിയം സൈസുള്ള ഇഞ്ചി ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മല്ലിക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പേസ്റ്റ് പരുവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ടെക്സ്ചർ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ശേഷം നമുക്ക് ഈ ഒരു ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് ഈ വകയെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ഞുള്ള് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പ്രത്യേക ഒരു ഫ്ലേവറും ആണ് കേട്ടോ നമ്മുടെ ഈ കായപ്പൊടി ചേർക്കുമ്പോൾ. ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ടെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു മസാലക്കൂട്ടിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഓയിലെല്ലാം റിലീസായി വരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യമനുസരിച്ച് ഒരു 1/4 ടീസ്പൂണ് ബ്ലാക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും കൂടെ ആഡ് ചെയ്ത് മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെറും ഒരു 10 മിനിറ്റും കൂടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പൊട്ടാറ്റോ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഒറ്റ കൂട്ട് മതി കേട്ടോ, ധാരാളം ചോറ് കഴിക്കാം. നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം നാൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല പൊട്ടാറ്റോ ഫ്രൈ ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതൊരു ആ ഒരു ബ്ലാക്ക് സോൾട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും ആ മല്ലിയിലയും ഇതിൻ്റെയൊക്കെ എല്ലാ ഈ ഒരു പ്രത്യേക ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് പ്രത്യേക ഒരു സ്വാദാണ് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്, അതായത് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ മസാല ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് ഫോളോയിങ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ചെയ്യും, കീപ് ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.